അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ ചുരുങ്ങിയത് 6 മാസമെങ്കിലും ശക്തമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഇറാന് ഉണ്ടെന്ന് പറയുകയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. ഫെബ്രുവരി 28-ാം തീയതി ആരംഭിച്ച ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവന എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ സായുധ സേനയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ചുരുങ്ങിയത് 6 മാസത്തേക്ക് ഈ യുദ്ധം തുടരാൻ ആകുമെന്ന് റവല്യൂഷണറി ഗാർഡ്സ് വക്താവായ അലി മുഹമ്മദ് നൈനി പറഞ്ഞതായാണ് വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടകം ആ മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക താവളങ്ങളും കേന്ദ്രങ്ങളും ഉൾപ്പെടെ 200 സ്ഥലങ്ങളെ തങ്ങൾ ലക്ഷ്യമിട്ടതായും റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് സകല ശക്തിയും ഉപയോഗിച്ച് ഇറാനെതിരെ ഇസ്രയേൽ പോരാടുമെന്നാണ്. ഇറാന് മീതെയുള്ള വ്യോമ മേഖലയുടെ ഏറെക്കുറെ മുഴുവൻ നിയന്ത്രണവും ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കയ്യിലാണെന്നും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു മറുപടി എന്നോണം റവല്യൂഷണറി ഗാർഡ്സിന്റെ ഈ പ്രതികരണം പുറത്തുവരുന്നത്. സംഘർഷം 8 ദിവസം പിന്നിടുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇറാൻ ഉന്നയിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനുള്ള സാധ്യതകൾ അമേരിക്ക നശിപ്പിച്ചുവെന്നും നിരവധി അമേരിക്കൻ സൈനികർ തങ്ങളുടെ പിടിയിലാണെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വെളിപ്പെടുത്തി. ശനിയാഴ്ച ഔദ്യോഗിക ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വെനസ്വേലയിൽ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ ഇറാനിലും ഫലിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവിനെയും ആയിരക്കണക്കിന് സാധാരണക്കാരെയും കൊലപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിനെ വെറുതെ വിടില്ലെന്നുകൂടി അദ്ദേഹം പറയുന്നു. ആക്രമിക്കാൻ അയൽ രാജ്യങ്ങളെ ഉപയോഗിക്കരുത് എന്നായിരുന്നു ഇറാന്റെ ആവശ്യം. എന്നാൽ ഇറാന്റെ ആ സമാധാന സന്ദേശത്തെ ഡൊണാൾഡ് ട്രംപ് അവഗണിച്ചുവെന്നും അയൽ രാജ്യങ്ങളെ ഇറാനെതിരെ ഉപയോഗിക്കില്ലെന്ന ധാരണ ലംഘിച്ചു എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ആരോപണം. അമേരിക്കയെ തടയാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നെങ്കിലും ബഹ്റൈനിലും UAE-യിലും ആക്രമണം നടത്തിയിരുന്നു. കുവൈറ്റിലും ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാന്റെ ആക്രമണത്തിൽ UAE-യിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. മിസൈലുകളുടെ ഭാഗം പതിച്ചാണ് അപകടമുണ്ടായത്. അൽബർഷ ഏരിയയിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. UAE-യിലെ 4ാമത്തെ മരണമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള എണ്ണ ടാങ്കറുകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. കൂടാതെ ബഹ്റൈനിലെ മനാമയിൽ ഇറാന്റെ ആക്രമണത്തിൽ ഒരു വീടിനും വിവിധ കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ടായി. അവിടെ ആളപായങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. 15 ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ തകർത്തു എന്നാണ് സൗദി അധികൃതർ പറയുന്നത്. നിലവിലെ സാഹചര്യം പരിഗണിച്ച് സൗദി അരാംകോ അവരുടെ എണ്ണക്കപ്പലുകൾ യാംബു തുറമുഖത്തേക്ക് തിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്.